Hi, welcome back to Odox. കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയി കേട്ടുവരുന്ന ഒരു പേരായിരിക്കും ദ്രൗപദി മുർമു. അതെ, ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഒഡീസ ടു ബിക്കം പ്രസിഡന്റ്, സെക്കൻഡ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ പല പ്രധാനപ്പെട്ട അംഗീകാരങ്ങളാണ് മുർമു പ്രസിഡന്റ് ആവുന്നതിലൂടെ മുർമു സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ഈ മുർമു? ഒരു സാധാരണ ഒരു ട്രൈബൽ ഫാമിലി ജനിച്ച് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ മുർമു കടന്നു വന്ന ആ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രശ്നമാകരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആരാണ് ഈ ദ്രൗപദി മുർമു? ഒഡീസയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു സാധാരണ ഒരു ട്രൈബൽ ഫാമിലിയിൽ 1958 ജൂൺ 20 മുർമു ജനിക്കുന്നത്. മുർമുയുടെ അച്ഛൻ ബിരഞ്ചി നാരായണൻ ടുഡുവും മുത്തശ്ശനും അതേ ഗ്രാമത്തിൽ തന്നെ ഹെഡായി വർക്ക് ചെയ്തതാണ്. മുർമു രാംദേവി വുമൻസ് കോളേജിൽ നിന്ന് ഒരു ആർട്സ് ഗ്രാജുവേറ്റും കൂടിയാണ്. അതിനുശേഷം ശ്യാംചരൺ മുർമു എന്ന് പറയുന്ന ഒരു ബാങ്കറിനെ മുർമു വിവാഹം ചെയ്താണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2014 മുർമുവിന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു വന്നു. ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതായത് 7 വർഷത്തിനുള്ളിൽ 2009 തൊട്ട് 2015 ഈ ഒരു 7 വർഷത്തിനുള്ളിൽ മുർമുയുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട പലരെയും മുർമുവിന് നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. അതായത് മുർമുയുടെ ഹസ്ബൻഡിനെയും 2 ആൺമക്കളെയും തന്റെ അമ്മയെയും സഹോദരനെയുമാണ് മുർമു ഈ ഒരു 7 വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ടത്. ഇനി മുർമുയുടെ കരിയറിലോട്ട് വരികയാണെങ്കിൽ 1979 ഒറീസ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് മുർമു ജോയിൻ ചെയ്തു. അതിനുശേഷം പിന്നീട് സ്കൂൾ ടീച്ചറായിട്ടും മുർമു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുർമുയുടെ പൊളിറ്റിക്കൽ കരിയർ നോക്കുകയാണെങ്കിൽ റൈരംഗപൂർ BJPയിലാണ് മുർമു ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. പിന്നീട് 1997 റൈരംഗപൂർ നഗരപഞ്ചായത്ത് കൗൺസിലറായിട്ടും മുർമു സെലക്ട് ചെയ്തു. അതിനുശേഷം 2015 മെയ് 18 മുർമു ഗവർണർ ഓഫ് ജാർഖണ്ഡ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഇതിലൂടെ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു പദവിയും മുർമു സ്വന്തമാക്കി. മുർമു ഗവർണർ ആയിരുന്ന ആ ഒരു 6 വർഷ കാലഘട്ടങ്ങളിൽ ട്രൈബൽ സൊസൈറ്റി ഡെവലപ്മെന്റിന് വേണ്ടി മുർമു കുറേയധികം കഷ്ടപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു. അതിനുശേഷം ജൂൺ 2022 മുർമുയുടെ 64ാം ബർത്ത്ഡേ ആഘോഷിച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് മുർമുവിനെ തേടി ആ ഒരു സന്തോഷ വാർത്ത വരുന്നത്. അതെ, 2022 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ BJPയുടെ കാൻഡിഡേറ്റ് മുർമുവിനെയായിരുന്നു നോമിനേറ്റ് ചെയ്തത്. ഇതിന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് യശ്വന്ത് സിൻഹയെയായിരുന്നു ഓപ്പോസിഷൻ പാർട്ടി നിർത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ 64.03% ടോട്ടൽ വോട്ട് സെക്യൂർ ചെയ്തിട്ടായിരുന്നു മുർമു ജയിച്ചത്. ഇതിലൂടെ മുർമു 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സെക്കൻഡ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഒഡീസ ടു പ്രസിഡന്റ്, ഇങ്ങനെ പല പ്രധാനപ്പെട്ട അംഗീകാരങ്ങളാണ് മുർമുവിന് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയും കരുതുകയാണെങ്കിൽ നിങ്ങൾ താഴെ തംസ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രശ്നമാകരുത്.